അടുത്തത് നമ്മൾ നോക്കാൻ വന്നത് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് സിമ്മട്രിക് മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിമ്മട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് എപ്പോഴാണ് സിമ്മട്രിക് എന്ന് പറയാം? എപ്പോഴാണ്? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ. അതായത് ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സസിനെയാണ് നമ്മൾ സിമ്മട്രിക് മെട്രിക്സസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് √3 2 3 2 -1.5 -1 3 -1 1. അപ്പോൾ നമുക്കിതിൻ്റെ ട്രാൻസ്പോസ് മെട്രിക്സ് ഒന്ന് എഴുതി നോക്കാം. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളായിട്ട് ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് √3 2 3 എന്നുള്ളത് താഴത്തേക്ക് എഴുതാം അല്ലെ, ഫസ്റ്റ് കോളായിട്ട് എഴുതാം. √3 2 3. അടുത്ത റോ അടുത്ത കോളായിട്ട് എഴുതാം. 2 -1.5 -1. തേർഡ് റോ തേർഡ് കോളാക്കുക. അതായത് 3 -1 1. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ മെട്രിക്സ് ആണ് നമുക്ക് ട്രാൻസ്പോസ് ചെയ്തപ്പോഴും കിട്ടിയത്. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. ഇങ്ങനെയുള്ള മെട്രിക്സസിനെയാണ് നമ്മൾ സിമ്മട്രിക് മെട്രിക്സസ് എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ മെട്രിക് സിമ്മട്രിക് ആവാനുള്ള കണ്ടീഷൻ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. ഇനി നമുക്ക് സിമ്മട്രിക് മെട്രിക്സിന് എക്സാമ്പിൾസ് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു 3x3 സിമ്മട്രിക് മെട്രിക്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ ഒരു 3x3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിലത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? A11 A12 A13 A21 A22 A23 A31 A32 A33. ഇത്രയാണ് ഒരു 3x3 മെട്രിക്സിലെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ. ഒരു 3x3 സിമ്മട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 നമ്പേഴ്സ് ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് എഴുതാം. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ A11 A22 A33. അപ്പോൾ ഈ പൊസിഷൻസിൽ നമുക്ക് ഇഷ്ടമുള്ള 3 നമ്പേഴ്സ് എഴുതാം. അപ്പോൾ ഞാനിവിടെ 8 1 -2 ഇഷ്ടമുള്ള ഏതെങ്കിലും 3 നമ്പേഴ്സ് എഴുതാം. ഇനി A12 എന്ന് പറയുന്ന പൊസിഷനിൽ ഞാൻ 4 ആണ് എഴുതണമെങ്കിൽ അതേ നമ്പർ വേണം A21 എന്ന് പറയുന്ന എലമെന്റ് ആയിട്ട് എഴുതാൻ. അതായത് ഇവിടെ, അതായത് A12നെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21 അല്ലേ കിട്ടുക. അപ്പോൾ A12 എന്ന് പറയുന്ന എലമെന്റ് ഏതാണോ നമ്മൾ എഴുതണത് അതേ എലമെന്റ് വേണം A21 ആയിട്ട് എഴുതാനും. അതുപോലെ A13യുടെ അവിടെ ഞാൻ -8 ആണ് എഴുതണമെങ്കിൽ അതേ എലമെന്റ് വേണം A31ന്റെ അവിടെ എഴുതാൻ. അതായത് ഇവിടെ -8 ആണ് വരിക. അതുപോലെ A23 2 ആണ് എഴുതണമെങ്കിൽ അതേ നമ്പർ വേണം A32 ആയിട്ടും എഴുതാൻ. അപ്പം ഇങ്ങനെ കിട്ടുന്നത് സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് ഞാൻ എ എന്നാണ് നെയിം ചെയ്യണമെങ്കിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാക്കി എഴുതാം. 8 4 -8. സെക്കൻഡ് റോ സെക്കൻഡ് കോളം 4 1 2. തേർഡ് റോ തേർഡ് കോളം -8 2 -2. അപ്പോൾ ഇവിടെ എയും എ ട്രാൻസ്പോസും സെയിം മെട്രിസസ് ആണ്. Therefore A is equal to A transpose. നമുക്ക് പറയാം A is a symmetric matrix. അപ്പോൾ ഇങ്ങനെയാണ് സിമ്മട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതാം. ബാക്കിയുള്ള നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് AIJ എന്ന് പറയുന്ന എലമെന്റ് ഏതാണോ എഴുതണത് അത് തന്നെ വേണം AJI ആയിട്ടും എഴുതാൻ. ഇനി നമുക്ക് ഒരു 2x2 സിമ്മട്രിക് മെട്രിക്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ഒരു 2x2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിലത്തെ എലമെന്റ്സ് ഏതൊക്കെയാവും? A11 A12 A21 A22. ഇതാണ് ഒരു 2x2 മെട്രിക്സിലെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് ഏതെങ്കിലും 2 നമ്പേഴ്സ് എഴുതാം.
ഇഷ്ടമുള്ള രണ്ട് നമ്പേഴ്സ് ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ട് എഴുതാം. ഇനി A12 എന്ന് പറയുന്ന പൊസിഷനിൽ എഴുതുന്ന അതേ നമ്പർ വേണം A21 അവിടെയും എഴുതാനായിട്ട്. ഇപ്പം A12 ഞാൻ -8 ആണ് എഴുതണമെങ്കിൽ അതേ നമ്പർ വേണം A21 പൊസിഷനിലും എഴുതാൻ. അപ്പം ഇങ്ങനെ കിട്ടുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. നമുക്കിതിനെ ട്രാൻസ്പോസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഇത് A = 1 എഴുതുകയാണെങ്കിൽ A ട്രാൻസ്പോസ് = എന്തായിരിക്കും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കി എഴുതാം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കി എഴുതാം. ഈ രണ്ടും ഈക്വൽ അല്ലേ? A = A ട്രാൻസ്പോസ്. ഇത് സിമെട്രിക് മെട്രിക്സ് ആണ്. ഇപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ബാക്കിയുള്ള എലമെന്റ്സ് എഴുതുമ്പോൾ AIJ എന്ന് പറയുന്ന പൊസിഷനിൽ എഴുതുന്ന അതേ എലമെന്റ് വേണം AJI എന്ന പൊസിഷനിൽ എഴുതാനായിട്ട്. അപ്പം അങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെയാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഇനി നമുക്ക് എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് നോക്കാം. A square matrix A is said to be skew symmetric if A transpose is equal to -A. അപ്പോൾ A എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് എപ്പോഴാണ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം? A ട്രാൻസ്പോസ് is equal to -A ആവുമ്പോൾ. അതായത് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസും ആ മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സും ഈക്വൽ ആവുമ്പോഴാണ് ആ സ്ക്വയർ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ A is equal to matrix 0EF -E 0G -F -G 0. നമുക്കിതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടു നോക്കാം. A ട്രാൻസ്പോസ് is equal to ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാക്കി എഴുതാം, 0EF, സെക്കൻഡ് റോ സെക്കൻഡ് കോളം -E 0G, തേർഡ് റോ തേർഡ് കോളം -F -G 0. ഇനി -A, നമുക്ക് ഈ മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സ് എഴുതാം. -A is equal to എന്തായിരിക്കും? എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് മെട്രിക്സ് കാണാം? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ എലമെന്റിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -1 × 0 0, -1 × E -E, -1 × F -F, -1 × -E E, -1 × 0 0, -1 × G -G, -1 × -F F, -1 × -G G, -1 × 0 0. ഇവിടെ A ട്രാൻസ്പോസും -Aയും ഈക്വൽ ആണ്. A ട്രാൻസ്പോസ് is equal to -A. therefore A എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു 3x3 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എങ്ങനെ എഴുതാം നോക്കാം. ഇപ്പോൾ ഒരു 3x3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിലെ എലമെന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. A11, A12, A13, A21, A22, A23, A31, A32, A33. ഇപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതാൻ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ഡയഗണൽ എലമെന്റ്സും 0 ആയിട്ട് എഴുതാം. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ A11, A22, A33. ആദ്യം എല്ലാ ഡയഗണൽ എലമെന്റ്സും 0 ആയിട്ട് എഴുതാം. ഇനി A12 എന്ന് പറയുന്ന എലമെന്റ് ഇപ്പം ഞാൻ 2 ആണ് എഴുതണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വേണം A21 എന്ന് പറയുന്ന പൊസിഷനിൽ എഴുതാനായിട്ട്, അതായത് -2. അതുപോലെ A13യുടെ അവിടെ ഞാൻ 7 ആണ് എഴുതണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വേണം A31 എന്ന് പറയുന്ന എലമെന്റ് ആയിട്ട് എഴുതാൻ, അതായത് -7. ഇനി A23 എന്നുള്ള എലമെന്റ് -8 ആണ് എഴുതണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ +8 വേണം A32ന്റെ അവിടെ എഴുതാൻ. അപ്പം ഇങ്ങനെ കിട്ടുന്നതായിരിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പം ആദ്യം എല്ലാ ഡയഗണൽ എലമെന്റ്സും 0 ആയിട്ട് എഴുതുക. ബാക്കിയുള്ള എലമെന്റ്സ് എഴുതുമ്പോൾ AIJ എന്ന് പറയുന്ന എലമെന്റ് അതിൻ്റെ നെഗറ്റീവ് വേണം AJIയുടെ പൊസിഷനിൽ എഴുതാൻ. AIJ is equal to -AJI.
ഇങ്ങനെയാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. ഇനി നമുക്ക് ഒരു 2x2 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. നമുക്കറിയാം 2x2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിലത്തെ എലമെന്റ്സ് A11, A12, A21, A22. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ഡയഗണൽ എലമെന്റ്സും 0 ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ A11 ഉം A22 ആണ് ഡയഗണൽ എലമെന്റ്സ്. ആ രണ്ട് ഡയഗണൽ എലമെന്റ്സും 0 ആയിട്ട് എഴുതാം. ഇനി A12 എന്ന് പറയുന്ന എലമെന്റ്, ഇപ്പം ഞാനിവിടെ 4 ആണ് എഴുതണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വേണം A21ൻ്റെ അവിടെ എഴുതാൻ, അതായത് -4. ഇതായിരിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഈ മെട്രിക്സിന് നമുക്ക് എ എന്ന് നെയിം ചെയ്യാം. നമുക്ക് എ ട്രാൻസ്പോസ് കാണാം. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ ആക്കി എഴുതാം. അതായത് 0, 4 എന്നുള്ളത് ഫസ്റ്റ് കോൾ ആക്കി എഴുതാം. -4, 0 എന്നുള്ളത് അടുത്ത കോളം. ഇനി നമുക്ക് -a കണ്ടുപിടിക്കാം. -a ഇസ് ഈക്വൽ ടു ഈ മെട്രിക്സിനെ, എ എന്ന് പറയുന്ന മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -1 into 0, 0. -1 into 4, -4. -1 into -4, 4. -1 into 0, 0. ഇതാണ് നമുക്ക് -a എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുക. ഇവിടെ നോക്കിയാൽ എ ട്രാൻസ്പോസും -aയും ഈക്വൽ ആണ്. Therefore, A transpose is equal to -a. നമുക്ക് പറയാം A എന്ന് പറയുന്നത് it is a skew symmetric matrix.